യാതൊരു ചിന്തയുമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നൊരു സ്വഭാവം ഒരിക്കലും ഒരു പ്രഭാഷകനും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മടവൂര് ശൈഖുന മടവൂര് CM വലിയുല്ലാഹി വലിയ കറാമത്തുള്ള ആളാണ്, വലിയ മഹത്വമുള്ള ആളാണ്. പക്ഷേ മഹാനായ CM വലിയുല്ലാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. ഇതുപോലെ ഈ അടുത്ത് വേറെ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറയുന്നത് കേട്ടു, സുബ്ഹാനല്ലാഹ്, എല്ലാ കാര്യവും അതാ മടവൂരിൽ നിന്ന് ലഭിക്കണം. അങ്ങനെ പറയാൻ പാടില്ല. മടവൂര് വലിയ ഒരു മഹാനായ വലിയാണ് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മാത്രമല്ല വലിയ എത്രയോ ഔലിയാക്കൾ അല്ലാഹു നന്മയുടെ നിമിത്തങ്ങളായി ലോകത്ത് വെച്ചിട്ടുണ്ട്. അത് മുൻഗാമികളായി മരണപ്പെട്ടു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുമുണ്ടാകാം. അമ്പിയാക്കളുണ്ട്, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീനായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ലോകത്തിലും സർവ്വ കാരുണ്യത്തിന്റെയും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറമെ വേറെ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ നന്മയുടെ നിമിത്തങ്ങളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും ഇന്ന ഒരു വലിയിൽ നിന്നാണ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ പിടക്കും. പലരും അത് ദുർവ്യാഖ്യാനം ചെയ്യും. അതുകൊണ്ട് അത്തരത്തിൽ നിന്നും പറയാൻ പാടില്ല. പറയുന്നവർ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ വേണം അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടത്താൻ. ദീനിന്റെ ദഅവത്ത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, ഔലിയാക്കൾക്ക് തസറുഫുണ്ട്, ഔലിയാക്കൾക്ക് പല മഹത്വങ്ങളുമുണ്ട്. അതൊന്നും നിഷേധിക്കാനും പാടില്ല. അങ്ങനെ കളരിക്ക് പുറത്തു ആകരുത്, അതേ സമയത്ത് കുരിക്കള നെഞ്ഞത്തും ആകരുത്. കളിക്കുമ്പോൾ കളരിയിൽ നിന്നുകൊണ്ട് അപകടമില്ലാതെ കളിക്കാൻ കഴിയണം. അവനാണ് യഥാർത്ഥത്തിൽ കളരിയിൽ പയറ്റുന്നവൻ. അത് ദീനീ ദഅവത്തിന് അതിന്റെ മാർഗം, ശരിയായ മാർഗം സ്വീകരിച്ചുകൊണ്ട് വേണം ദീനീ കാര്യങ്ങൾ സംസാരിക്കാൻ. അറിവില്ലാത്തവരെന്തെങ്കിലും വിളിച്ചു പറയുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അറിവുള്ളവരും പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചല്ലാതെ ഒരു കാര്യവും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല.